ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യം അഭിമാനിക്കുമ്പോൾ തോക്കിൻ മുനയിൽ ഭീകരർ റാഞ്ചിയ വിമാനത്തിൽ മരണം മുന്നിൽ കണ്ട് 8 ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിലുണ്ടായിരുന്ന ഏക മലയാളി ക്യാപ്റ്റൻ രവികുമാർ കൊല്ലാട്ട്. 25 വർഷങ്ങൾക്കിപ്പുറം കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരൻ അബ്ദുൾ അസർ റാഫിനെ വധിച്ച് ഭാരതം കണക്കുതീർക്കുമ്പോൾ ഓർമ്മകളുടെ താളുകൾ തുറക്കുകയാണ് രവികുമാർ കൊല്ലാട്ട്. കൊടും ഭീകരൻ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിനെയും കൂട്ടാളികളെയും വിട്ടയക്കുന്നതിനായി സഹോദരൻ അബ്ദുൾ റൌഫ് അസറിന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതായിരുന്നു കാണ്ഡഹാർ വിമാന റാഞ്ചൽ. 1999 ഡിസംബർ 24-നാണ് ഇന്ത്യൻ എയർലൈൻസിന്റെ 814 വിമാനം ഭീകരർ നേപ്പാൾ കാഠ്മണ്ഡുവിൽ നിന്ന് റാഞ്ചി കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയത്. യാത്രക്കാരുടെ ജീവൻ വെച്ച് വിലപേശി ഒടുവിൽ എല്ലാവരെയും മോചിപ്പിക്കുന്നതുവരെയുള്ള 8 ദിവസവും ഏതു നിമിഷവും മരണം പ്രതീക്ഷിച്ചായിരുന്നു രവികുമാർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വിമാനത്തിൽ കഴിഞ്ഞത്. മർച്ചന്റ് നേവിയിൽ ക്യാപ്റ്റനായി വിരമിച്ച രവികുമാറിന് 67-ാം വയസ്സിലും 1/4 നൂറ്റാണ്ട് മുമ്പുള്ള സംഭവം ഓർക്കുമ്പോൾ നടുക്കമാണ്. ഞങ്ങൾ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്താ സംഭവിക്കുക എന്നുള്ള നിലയിൽ 8 ദിവസം ആണ് ഇവരുടെ തോക്കിൻ കീഴിലും അല്ലെങ്കിൽ RDXന്റെയും ഈ എക്സ്പ്ലോഷന്റെയും അത് ഫ്ലൈറ്റ് തന്നെ ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന രീതിയിൽ അല്ല. കോക്പിറ്റിലെത്തി ഗൺ കാണിച്ച് പൈലറ്റിനോടാണ് പറഞ്ഞത്, ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യാണ്, ഇത് ടെറർ അറ്റാക്കാണ്. അപ്പോഴത്തേക്കും മറ്റുള്ളവരെയും കൺട്രോൾ വെച്ച് നമ്മുടെ കയ്യിൽ ആരുടെയും ഗണ്ണോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, അവരുടെ കയ്യിൽ ഇതുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അവർക്ക് കാണാം, ഗ്രാനൈഡ് ഇരിക്കണ കാണാം, പച്ച കളറിൽ കറുത്ത കളറിലുള്ള തോക്ക് പിസ്റ്റൾ അവിടെ ഇരിക്കണ കാണാം. എയർക്രാഫ്റ്റിൻ്റെ ബെല്ലിയിൽ RDX ഉണ്ടെന്ന് അവർ പറഞ്ഞു അടിയിൽ ബോംബുണ്ട് എന്ന്. കാലം ഒന്നിനും മറുപടി നൽകാതെ പോകില്ലെന്ന വാക്കിന് അടിവരയിട്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദ് സുപ്രീം കമാൻഡർ അബ്ദുൾ അസർ റൌഫിനെ ഭാരതം വധിച്ചപ്പോൾ ഭീകരതയ്ക്കെതിരെ അനിവാര്യമായ നടപടി തന്നെയെന്ന് പറയുകയാണ് ക്യാപ്റ്റൻ രവികുമാർ കൊല്ലാട്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അഷർ എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലായത്. അത് അയാൾ ഈ വിമാനറാഞ്ചലിൻ്റെ അന്നത്തെ കാണ്ഡഹാർ വിമാനറാഞ്ചലിൻ്റെ മെയിനായിട്ടുള്ള ആളായിരുന്നു. അയാളുടെ ബ്രദറിന് വേണ്ടിയിട്ട് ആണ് ഈ ഫ്ലൈറ്റ് റാഞ്ച് ചെയ്തതെന്നാണ് അന്ന് ഇയാൾ പറഞ്ഞത്. നമ്മളുമായിട്ടത് സംസാരം ഉണ്ടായപ്പോഴേക്കും. ഇപ്പോൾ അത് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് ഒരു ആപ്റ്റായിട്ടുള്ള ഒരു ഡിസിഷനാണ്, കറക്റ്റായിട്ടുള്ളത്, അനിവാര്യമാണ്. ഇതിപ്പോൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നമ്മൾ പഹൽഗാമിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ഹൈജാക്കിൻ്റെ കണ്ഡഹാർ ഹൈജാക്കിലാണെങ്കിലും ഇന്നസെൻ്റായ വ്യക്തികളെയും ഫാമിലിയെയുമാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു ഭീകരവാദികൾ വിമാനം റാഞ്ചിയത്. അന്നത്തെ പത്രങ്ങളിലെ തലക്കെട്ടുകളിൽ ദിവസങ്ങളോളം നിറഞ്ഞത് വിമാന റാഞ്ചലും ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു. വിമാന ടിക്കറ്റുകളും യാത്രാരേഖകളും പത്രക്കട്ടിങ്ങുകളുമെല്ലാം രവികുമാർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കൊച്ചിയിലെ ഫ്ളാറ്റിലിരുന്ന് വീണ്ടും അവയിലൂടെ കണ്ണോടിക്കുമ്പോൾ മുന്നിൽ തെളിയുന്നത് അന്നത്തെ ഓർമ്മകളാണ്. ജനം, കൊച്ചി.